നമസ്കാരം. വോട്ടേഴ്സ് ചോയ്സ് 2024 ഏവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFിൻ്റെ സാധ്യതകളും വെല്ലുവിളികളും ചർച്ച ചെയ്തു വരികയാണ് ഞങ്ങൾ. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചു. ഇന്ന് ആ ചർച്ച തുടരുകയാണ്. കേരളത്തിൻ്റെ ബാക്കിയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ LDFിൻ്റെ പ്രകടനത്തെക്കുറിച്ച് ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു അഡ്വക്കേറ്റ് A. ജയശങ്കർ, രാഷ്ട്രീയ നിരൂപകൻ. ഒപ്പം കേരള കൗമുദി ഡെപ്യൂട്ടി എഡിറ്റർ MM സുബൈർ, കേരള കൗമുദിയുടെ പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് അരവിന്ദ് ബാബു. മൂവർക്കും സ്വാഗതം. ചർച്ച തുടരാം നമുക്ക്. ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിൽ നമ്മൾ ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്നു, ഇടതുപക്ഷത്തിനൊരു സാധ്യത നിലനിൽക്കുന്നു. ഇപ്പോൾ പത്മജയുടെ പോക്ക്, BJPയിലേക്കുള്ള പോക്ക്, മുരളി മണ്ഡലം മാറി അവിടെ വന്നു. പക്ഷേ മുരളിയുടെ ഒരു സ്വന്തം മണ്ഡലമല്ലേ അത്? എങ്ങനെയാണ് ഇടതുപക്ഷത്തിന് അവിടെ? അത് സത്യത്തിൽ അങ്ങനെയല്ല. മുരളിക്ക് അവിടെ ഒരു ഇനീഷ്യൽ അഡ്വാൻറ്റേജ് ഇല്ല. പ്രതാപനുള്ളൊരു അഡ്വാൻറ്റേജ് ശരിക്കും മുരളിക്കില്ല. മുരളി ഒരു ഹെവി വെയ്റ്റ് താരമാണ്, അതിൽ സംശയമൊന്നുമില്ല. ഒരു സൂപ്പർ സ്റ്റാർ ഇമേജുള്ള ഒരു കോൺഗ്രസ്സുകാരനാണ്. കേരളത്തിൽ ഏത് മണ്ഡലത്തിലും പരീക്ഷിക്കാവുന്ന ഒരാളാണ്. പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പ്രതാപന് 5 കൊല്ലം അവിടെ പ്രവർത്തിച്ച ഒരു ഇനീഷ്യൽ എഡ്ജ് ഉണ്ടായിരുന്നു, അത് മുരളിക്കില്ല. മറിച്ച് മറുഭാഗത്ത് 2 ശക്തരായ സ്ഥാനാർത്ഥികളാണ്. ഒരാൾ സുരേഷ് ഗോപിയാണ്, മറ്റൊരാൾ സുനിൽകുമാറാണ്. സുനിൽകുമാറിൻ്റെ ഒരു ഗുണം, പുള്ളി ആ തൃശ്ശൂർക്കാരനാണ്, അന്തിക്കാട്ടുകാരനാണ്, നഗരത്തിലും ചുറ്റുപാടുമൊക്കെ നല്ല സുപരിചിതനാണ്. പിന്നെ ആളുകളിലൊക്കെ ഇറങ്ങിച്ചെല്ലുന്ന ഒരു പ്രവർത്തകനാണ്. ആ നിലയ്ക്ക് പുള്ളിക്ക് ഒരു വലിയ സ്വീകാര്യതയുണ്ട്. അത് മുരളിക്കില്ല. അതാണ് LDFിൻ്റെ വിജയം. പിന്നെ LDF രാഷ്ട്രീയമായിട്ട് ചെറിയൊരു എഡ്ജുള്ള, ഞാൻ പറഞ്ഞല്ലോ, ചെറിയ ഒരു എഡ്ജുള്ള മണ്ഡലമാണ് തൃശ്ശൂർ. അപ്പോൾ ആ എഡ്ജ് ഉപയോഗിച്ചിട്ട് ഇവർക്ക് മുന്നേറാൻ കഴിയും. പക്ഷേ അവിടെ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ മോദി വരികയും ഒന്നിലേറെ തവണ മോദി അവിടെ വന്നു. ഞാൻ ചോദിക്കുന്നത്, അവിടെ ഒരു ന്യൂനപക്ഷ വോട്ട് കേന്ദ്രീകരണം വരികയും അത് മുരളിക്ക് അനുകൂലമായി പ്രവർത്തിക്കുകയും ചെയ്യുമോ? അങ്ങനെയാണെങ്കിൽ LDF ഏത് തരത്തിലായിരിക്കും അതിനെ നേരിടാൻ പോവുക? അത് ഇത് വളരെ കൃത്യമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇങ്ങനെ ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം ഉറപ്പ്, ന്യൂനപക്ഷ വോട്ടുകളുടെ എന്ന് പറയാൻ പറ്റില്ല, മുസ്ലിം വോട്ടുകളുടെ, നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ മുസ്ലിം വോട്ടുകളുടെ ഒരു കേന്ദ്രീകരണം ഉണ്ടാകാം, നല്ല സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും അടുത്ത എതിരാളി സുരേഷ് ഗോപിയാണ്. അത് സുരേഷ് ഗോപി ജയിക്കാനുള്ള സാധ്യത പോലും നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ. അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒന്നാമത് BJP വളരെ ശ്രദ്ധ വെച്ച് വരുന്ന മണ്ഡലമാണ്. BJPക്ക് സാമാന്യമായിട്ട് നല്ല ശക്തിയുണ്ട്. അതിൽ രണ്ടാമത് സുരേഷ് ഗോപി താര പ്രൗഢിയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. വെറും BJP അല്ല, അതിനേക്കാളും ഒരു സിനിമാ നടനാണ്. അപ്പോൾ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായിട്ട് വോട്ട് പിടിക്കാവുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രധാന സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ്. പിന്നെ അടുത്ത സ്ഥാനാർത്ഥി ആരാണെന്നുള്ള ചോദ്യം, അവിടെയാണ് പ്രശ്നം. അത് സുനിലാണോ മുരളിയാണോ, അല്ലെങ്കിൽ സുനിലാണോ പ്രതാപനാണോ? അങ്ങനെ വരുമ്പോൾ ഈ രണ്ടിൽ ഏറ്റവും സാധ്യതയുള്ള ആൾക്കാരിക്കും ഈ 14% മുസ്ലിം വോട്ടുകൾ കേന്ദ്രീകരിക്കുക. ഏതുപോലെ വെച്ചാൽ പൂഞ്ഞാറിലുണ്ടായ റിസൾട്ട്, അവിടെ പ്രധാന കഥാപാത്രം PC ജോർജാണ്. PC ജോർജിനെ തോൽപ്പിക്കാൻ ഏറ്റവും അടുത്ത ആളാണ്, ഒന്നുകിൽ സെബാസ്റ്റ്യൻ കുളത്തുങ്കലാണ്, അല്ലെങ്കിൽ ടോമി കല്ലാലിയാണ്. അപ്പോൾ ഇവർ വളരെ സൂക്ഷ്മമായിട്ട് നോക്കണം. അവർക്ക് തോന്നി കുളത്തുങ്കലിലാണ് സാധ്യത. അപ്പോൾ എന്ന് വെച്ചാൽ ഈ മൊത്തം കോൺഗ്രസ്സുകാർ, ലീഗുകാർ അടക്കമുള്ള ആ മുസ്ലിങ്ങൾ സംഘടിച്ച് കുളത്തുങ്കൽ വോട്ട് ചെയ്യാണ്. കല്ലാരി 3ാം സ്ഥാനത്തേക്ക് പോകുന്നു, കുളത്തുങ്കൽ ജയിക്കുന്നു. നേമത്ത് സംഭവിച്ചു. ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ന്യൂനപക്ഷ ഏകീകരണം വരികയാണെങ്കിൽ അത് സുനിൽകുമാറിനെ സഹായിക്കുമെന്നാണ്. തൃശ്ശൂർ സുനിൽകുമാറിനെ സഹായിക്കാനാണ് കൂടുതൽ സാധ്യത മുരളിയേക്കാൾ. അപ്പോൾ മുരളി ചെയ്തത് വിരോചിതമായൊരു പ്രവൃത്തിയാണെങ്കിൽ പോലും അത് രാഷ്ട്രീയത്തിലെ സംബന്ധിച്ചുള്ള ബുദ്ധിപരമായൊരു തീരുമാനമല്ല. പക്ഷേ ഈ നേരെ പറഞ്ഞ് വടകരയിലാണെങ്കിൽ മുരളിക്ക് കുറേ കൂടി സാധ്യതയുണ്ടായിരുന്നു. വടകരയിൽ മുരളി, ഈ കരുവന്നൂർ ബാങ്ക് വിഷയം, കരുവന്നൂർ ബാങ്ക് വിഷയം ഒരു ഭയങ്കര പ്രശ്നമാണ് ഇടതുപക്ഷത്തിന്. തൃശ്ശൂർ നേരിടുന്നൊരു, തൃശ്ശൂർ ജില്ലയിൽ, തൃശ്ശൂർ മണ്ഡലത്തിൽ പ്രത്യേകിച്ചും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. ഒരുപാട് ആളുകളുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു വികാരം അവിടെ ഉണ്ട്. അവിടെ പറയുന്ന ഒരു തമാശ, ഈ പണം നഷ്ടപ്പെട്ടവരെക്കാൾ കൂടുതൽ ആളുകൾ അതിൻ്റെ ആനുകൂല്യം നേടിയവരാണ്. അപ്പോൾ അവർ CPMന് അനുകൂലമായി നിൽക്കുന്നു. അതൊക്കെ പറയാതെ മാത്രമേ ഉള്ളൂ. അതിൽ പണം, ഒരു ബാങ്ക് പൊളിയലും പണം പോകലും അല്ല. ഇതിൻ്റെ എല്ലാ ഘട്ടത്തിലും പാർട്ടി ലീഡർഷിപ്പിനെ അറിയാമായിരുന്നു. മനസ്സിലായില്ലേ? അല്ല, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന വിവരങ്ങൾ മുഴുവൻ അറിയാവുന്ന ഒരാൾ K. രാധാകൃഷ്ണനുമാണ്. K. രാധാകൃഷ്ണൻ പോലും അതിൽ ഒഴിവാകാൻ പറ്റിയില്ല. K. രാധാകൃഷ്ണൻ ഇടയ്ക്ക് പാർട്ടി സെക്രട്ടറി ആയിരുന്നു. K. രാധാകൃഷ്ണൻ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്നു. AC മൊയ്തീൻ സഹകരണ മന്ത്രിയായിരുന്നു. പാർട്ടിയുടെ ഒരു നേതാവിനും അതിൻ്റെ അത് ഒഴിഞ്ഞു പറയാൻ പറ്റില്ല. കാരണം അവിടെ വലിയ കൊള്ള നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാമായിരുന്നു. ഈവൻ ആത്മഹത്യ പോലും ആത്മഹത്യ മാത്രമല്ല, അത് മൊത്തത്തിൽ അതുണ്ടാക്കിയിട്ടുള്ള ഒരു ഭയങ്കര നെഗറ്റീവ് ഇമേജ്. ആ നെഗറ്റീവ് ഇമേജ് മാത്രമല്ല, വലിയൊരു പ്രശ്നം അതിനകത്തുണ്ട്. എന്തറിയോ, ഈ വിവാദം ഇങ്ങനെ വരുന്ന സമയത്ത് 100 കോടി രൂപ നഷ്ടപ്പെട്ടു CPM ലീഡർഷിപ്പ് തന്നെ അംഗീകരിക്കുന്നു.
അത് 300 കോടിയാണോ 100 കോടിയാണെന്നുള്ളതിലെ തർക്കമുള്ളൂ. 100 കോടി നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് വെറുതെ ഇരുന്നൂടെ? അതിന് പകരം തൃശ്ശൂർ പട്ടണത്തിലെമ്പാടും എൻഫോഴ്സ്മെൻറ്റിനെതിരായിട്ട് ഇടതുപക്ഷ മുന്നണിയുടെ മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് മാത്രമായിട്ട് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. കാരണം കാശ് വോട്ടിച്ചത് അവരാണ്. അതിൽ CPIക്കാർ കൂടി ഉൾപ്പെട്ട് ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിൽ വമ്പിച്ച ചെറുത്തുനിൽപ്പ്, അതിനെതിരെ ജനകീയ പ്രതിരോധം എന്നൊക്കെ പറഞ്ഞ് വലിയ മീറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ട്. ആളുകൾ ജനങ്ങളുടെ മുഖത്ത് നോക്കട്ടെ. ഒന്ന് ഈ 100 കോടി നഷ്ടപ്പെട്ടു, അതിനാരാ ഉത്തരവാദികൾ തന്നെ എൻഫോഴ്സ്മെൻറ്റ് കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലിനെതിരായിട്ട് ഫെഡറലിസം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് സമരം ചെയ്യാണ്. അത് ഈ പാലക്കാടിനെയും ആലത്തൂരിനെയും തൃശ്ശൂരിനെയും അത് ബാധിക്കുമല്ലോ, ഈ കരുവന്നൂർ വിഷയം. അങ്ങനെ വരുമ്പോൾ ഈ ആലത്തൂർ നമ്മളെ രാഷ്ട്രീയമാണ്, പ്രവചനാതീതമാണ്, നല്ല മത്സരമാണ്. ഇനി രാധാകൃഷ്ണൻ അവിടെ തോൽക്കുകയാണെന്നിരിക്കട്ടെ, അത് സർക്കാരിനെതിരെയുള്ള ഒരു വിലയിരുത്തായി ഉറപ്പായിട്ടും അത് ആ രീതിയിൽ തന്നെ ചിത്രീകരിക്കപ്പെടും. കാരണം രാധാകൃഷ്ണൻ വെറും ഒരു രാധാകൃഷ്ണനല്ലല്ലോ, അത് ഈ ഭരിക്കുന്ന സർക്കാരിലെ ഒരു അംഗമാണ് എന്നതിൽ കൂടുതലായിട്ട് തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ്. കരുവന്നൂർ ബാങ്ക് അടക്കമുള്ള കാര്യങ്ങളുടെ രാഷ്ട്രീയവും ധാർമ്മികമായ ഉത്തരവാദിത്വത്തിന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് പ്രയോജനമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. രാധാകൃഷ്ണൻ ഒരിക്കലും ഒരു അഴിമതി നടത്തുന്ന ആളെ അല്ല, നമുക്ക് ആർക്കും ആ രീതിയിലൊരു തർക്കമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വമില്ലേ, അതിന് CPM ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഈ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സുനിൽകുമാറിൻ്റെയും സുനിൽകുമാറിൻ്റെയും രാധാകൃഷ്ണൻ്റെ സാധ്യതകളെ ഒരു പരിധിവരെ ഇത് ബാധിക്കാം. മാത്രവുമല്ല, ഈ സുരേഷ് ഗോപി ഇപ്പോഴല്ല, നേരത്തെ തന്നെ കരുവന്നൂരിൽ നിന്ന് തൃശ്ശൂർക്ക് കാൽനട ജാഥ നടത്തിയതാണ്. ആ ജാഥയ്ക്കുണ്ടായിരുന്ന റെസ്പോൺസ് ഭയങ്കരമായിരുന്നു. പക്ഷെ സിനിമയുടെ ഒരു ഗ്ലാമറിൻ്റെ ഇതിൽ ഏതെങ്കിലും കേരളത്തിൽ എങ്ങനെ ഏതെങ്കിലും സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ടോ? കേരളത്തിൽ ഗ്ലാമർ കൊണ്ട് മാത്രം ആരും ജയിക്കില്ല, മറിച്ച് ഒരു പല ഘടകങ്ങളുടെ കൂട്ടത്തിൽ ഇതൊരു ഘടകമായിട്ട് വരാം. ഇപ്പോൾ ചാലക്കുടിയിൽ തന്നെ, ചാലക്കുടിയിൽ വലിയ കോൺഗ്രസ് മണ്ഡലമാണ്. അങ്ങനെ കോൺഗ്രസ് മണ്ഡലമായ ചാലക്കുടിയിൽ PC ചാക്കോ ശക്തനായ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിനെതിരെ ഇന്നസെൻറ്റ് മത്സരിച്ചപ്പോൾ ചാക്കോ തോറ്റതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. ഒന്നാമത് KP ധനപാലിൻ്റെ സീറ്റ് പിടിച്ചു പറിച്ചിട്ടാണ് വരുന്നത് എന്നുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ്റെ എതിർപ്പുണ്ടായിരുന്നു. പിന്നെ എല്ലാ ഗ്രൂപ്പിലുംപ്പെട്ട കോൺഗ്രസ്സുകാർ അദ്ദേഹത്തിനെതിരായിട്ട് പ്രവർത്തിച്ചു. അതിലൊക്കെ ഉപരിയായിട്ട് ഈ ഒരു ഘടകം കൂടി ഉണ്ടായിരുന്നു. ഇന്നസെൻറ്റ് എല്ലാവർക്കും അറിവുള്ള ആളാണ്, എല്ലാവർക്കും പരിചയമുള്ള, എന്നുവെച്ചാൽ TV കണ്ടിട്ടും പരസ്യത്തിൽ വന്നിട്ടും സിനിമയിൽ അഭിനയിച്ചിട്ടും ഒക്കെ എല്ലാവർക്കും സുപരിചിതനായ വ്യക്തിയാണ്. അപ്പോൾ അതിന് ഒരു ചെറിയ ഒരു എഡ്ജ് ഉണ്ടായിരുന്നു. ആത്യന്തികമായിട്ട് വരുമ്പോൾ അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം വിജയിച്ചത്. അപ്പോൾ ഇതൊരു ഘടകമാണ്, പല ഘടകങ്ങളിലും ഒരു ഘടകം, അത്രേ ഉള്ളൂ. നമ്മൾ കോഴിക്കോട്ടേക്ക് വന്നാലേ, കോഴിക്കോട് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ രാഘവൻ അവിടുത്തെ വളരെ ശക്തനായ സ്ഥാനാർത്ഥിയാണ്. പക്ഷേ എളമരം കരീമും അത്ര മോശപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയല്ല. നിലവിൽ രാജ്യസഭാ മെമ്പറാണ്, CITUവിൻ്റെ അഖിലേന്ത്യാ നേതാവ്, സംസ്ഥാന നേതാവ്, സംസ്ഥാന മന്ത്രിയായിരുന്നു. അപ്പോൾ ഈ ഘടകങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ പ്രത്യേകിച്ചും പാർട്ടിയുടെ ഒരു വലിയ തോതിലുള്ള പിന്തുണയുമുണ്ട്. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു മാറ്റം വരാൻ സാധ്യത. വലിയ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കോഴിക്കോടിന് ഇപ്പോൾ ഈ പറഞ്ഞതിനൊക്കത്തിലുപരിയായിട്ട് വേറെ ഘടകം കൂടിയുണ്ട്. മുസ്ലിം വോട്ടുകളുടെ ഒരു കേന്ദ്രീകരണം കരീം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിന് ശേഷം ഇങ്ങനെയുള്ള വിധ്വംസക ശക്തികളെല്ലാം ഇതിൻ്റെ CPMകാരായിട്ട് നടക്കുകയാണ്. അത് കോഴിക്കോട്ടും അങ്ങനെ തന്നെയാണ്. അത് പൊന്നാനിയിലും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പൊന്നാനിയിലും ഇതുപോലെ ഒരു വോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ കോഴിക്കോട്ട് ഇത് ശക്തമായിട്ട് കിട്ടുമെന്നും എല്ലാ മുസ്ലിം ഗ്രൂപ്പുകളുടെ സമസ്തയിലെ 2 ഗ്രൂപ്പുകാരുടെയും അതുപോലെ മറ്റ് ഈ ചിഹ്ന ഗ്രഹങ്ങളുടെയൊക്കെ വോട്ട് അവർക്ക് കിട്ടും. ലീഗ് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ സ്ഥലമാണ്. മുഹമ്മദ് റിയാസിൻ്റെ സ്ഥലമാണെന്നുള്ള വേറെ തരത്തിൽ പ്രശ്നമാണ്. കാരണം മുഹമ്മദ് റിയാസും പിണറായി വിജയനും കൂടി കരീമിനെ തോൽപ്പിക്കാൻ നിർത്തിയിരിക്കുക എന്നുള്ളതാണ് കോഴിക്കോട്ടുള്ള ജനസംസാരം. അത് വേറെ ഘടകമാണ്. അത് കോഴിക്കോട്ടെ ഈ അന്തർനാടകങ്ങൾ വേറെ ഉണ്ട്. പക്ഷേ കരീം ശക്തമായിട്ട് രംഗത്തുണ്ട്. ചെറിയ ആളൊന്നുമല്ല, അദ്ദേഹം നല്ല ജനപിന്തുണയുള്ള ആളാണ്, ട്രേഡ് യൂണിയൻ നേതാവാണ്, നല്ല ചാതുര്യമുള്ള ആളാണ്. കരീമിനെ നമുക്ക് ഒരിക്കലും കുറച്ച് കാണാൻ പറ്റുകയില്ല. ഞാൻ പറഞ്ഞത് ഒരു ആ രീതിയിൽ നല്ല ഗംഭീരമായ സ്ഥാനാർത്ഥിയാണ്. അത് കൂടാതെ വേറൊരു പ്രശ്നം കൂടെ അവിടെ ഉണ്ട്. ഈ MT രമേശ് എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി വരും, BJPയുടെ വോട്ട് ഷെയർ കൂടും. അപ്പോൾ അത് ആരെ കൂടുതൽ ബാധിക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് രാഘവനെയാണോ കൂടുതൽ ബാധിക്കുക അതോ കരീമിനാണോ കൂടുതൽ ബാധിക്കുക എന്നുള്ള പ്രശ്നം വരും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഒരേ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് ഈ ഞാൻ പറഞ്ഞില്ല, വടക്കൻ കേരളത്തിൽ കുറച്ചുകൂടി LDFന് മെച്ചപ്പെട്ട അവസ്ഥയുണ്ടെന്ന് പറയുന്നതുകൊണ്ടാണ്. നമ്മളത് പറയുമ്പോഴും ഈ വടകര, ഈ കോഴിക്കോട് ജില്ലയിലെ 2 മണ്ഡലങ്ങളും കണ്ണൂരെ മണ്ഡലങ്ങളും
കൂടെ കൂടുന്നതാണ് വടകര. അപ്പോൾ വടകര ഒരു യുവ നേതാവ് ഷാഫി പറമ്പിൽ മത്സരിക്കുന്നു. ഈ അവിടെ TP ചന്ദ്രശേഖരൻ വിഷയം പോലെ വലിയ പ്രശ്നം, CPM-നെ വലിയ രീതിയിൽ പ്രകോപിതരാക്കുന്ന ഒരു വിഷയം അവിടെയുണ്ട്. അതിൻ്റെ അലയൊലി ഈ കോഴിക്കോടും ഏശത്തില്ലേ? കോഴിക്കോട് ബാധിക്കും. കോഴിക്കോട് തീർച്ചയായിട്ടും ബാധിക്കും. കാരണം കോഴിക്കോട് വടകര അടുത്തടുത്ത് കിടക്കുന്ന മണ്ഡലങ്ങളാണെന്ന് മാത്രമല്ല, വടകരയുടെ 5 അസംബ്ലി സെഗ്മെൻറ്റ്സ് കോഴിക്കോട് ജില്ലയിലാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിക്കുമ്പോഴും മുരളീധരൻ ജയിക്കുമ്പോഴും ഈ 5 അസംബ്ലി സെഗ്മെൻറ്റ്സും കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്യും. കേരളത്തിലെ ഏറ്റവും അധികം ഇടതുപക്ഷക്കാരുള്ള സ്ഥലമാണ്. പക്ഷേ വോട്ട് കോൺഗ്രസിനാണ് കിട്ടുക. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പല ഘടകങ്ങളുണ്ട്. CPM-കാർ തന്നെ CPM-നെതിരെ വോട്ട് ചെയ്യുന്ന സ്ഥലമാണ് വടകര. അത് ഈ കൊലപാതക രാഷ്ട്രീയത്തോടുള്ള എതിർപ്പുകൊണ്ടാണ്. ഇടതുപക്ഷ ചിന്താഗതിക്കാരായ ആളുകൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന സ്ഥലമാണ് വടകര. പിന്നെ വീരേന്ദ്രകുമാർ കാറ്റഗറിയിൽപ്പെട്ട സോഷ്യലിസ്റ്റുകൾ, ഈ ശരിക്കും സോഷ്യലിസ്റ്റുകളെ കാണുന്ന ഒരു സ്ഥലമാണ് വടകര. വടകര ടൗണ് ചുറ്റുമാവും. വടകരയിൽ മാത്രം കാണുന്ന 2 സാധനങ്ങൾ, ഒന്ന് സോഷ്യലിസ്റ്റുകളും പിന്നെ ഉണ്ടക്കൊപ്രയുമാണ്. ഉണ്ടക്കൊപ്ര കണ്ടിട്ടുണ്ട്, വടകരയിൽ മാത്രമുള്ളൊരു സ്ഥലമാണ് അത്. അങ്ങനെ വടകര വലിയ സവിശേഷതയുള്ളൊരു സ്ഥലമാണ്. പിന്നെ ലോകനാർകാവ് വടകരയിലാണ്, കടത്തനാട കളരി ഇതൊക്കെ അവിടെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് ആ വടകരയിലുള്ള സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും വയറ്റിപ്പഴപ്പുകാരായ മാർക്സിസ്റ്റുകാർ ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ വോട്ട് ചെയ്തത് ആർക്കാണ്? കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കാണ്. പക്ഷേ നമ്മൾ അത് സത്യത്തിൽ പാർട്ടിയോടുള്ള എതിർപ്പല്ല, ഈ കൊലപാതക രാഷ്ട്രീയത്തോടുള്ള എതിർപ്പാണ്. അത് ഒരു പരിധി വരെ കോഴിക്കോട്ടുമുണ്ട്, അത്രയില്ലെങ്കിൽ. ഈ പാർട്ടിയോടുള്ള എതിർപ്പിനെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിലേക്ക് ചുരുങ്ങി LDF CPM. അതിനുശേഷം അന്ന് ശബരിമല വിഷയത്തിൽ അവരുടെ നിലപാടിൽ മാറ്റമുണ്ടായി. ക്ഷേമ പദ്ധതികൾ കൊണ്ടുവന്ന് കിറ്റ് പോലെയുള്ള ഫ്രീബീസ് വന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചു കയറി. വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടുകയാണ് എന്നുണ്ടെങ്കിൽ ഈ CPM-ൻ്റെ പോളിസീസിൽ, അവരുടെ ഈ നിലപാടുകളിൽ ഒക്കെ മാറ്റം പ്രതീക്ഷിക്കാൻ പറ്റുമോ? നമുക്ക് മാറ്റം ഉണ്ടാകണമല്ലോ. മാറ്റം ഉണ്ടായാലേ മതിയാവുള്ളൂ. കാരണം അല്ലെങ്കിൽ പിന്നെ ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പുണ്യകർമ്മമാണെന്ന് വിചാരിക്കും. ഇതിനേക്കാൾ നല്ല രീതിയിൽ കൂടുതലായിട്ട് നടത്തുകയും ചെയ്യും. അപ്പോൾ SFI-ക്കാർക്ക് DYFI-ക്കാർക്കൊക്കെ പത്തി ഇനിയും വർദ്ധിക്കും. അപ്പോൾ അത് നമ്മുടെ സ്വൈര്യ ജീവിതം തന്നെ വളരെ അപകടത്തിലാവും. പിണറായി വിജയൻ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു വീണ്ടും ഒരു 3-4 സീറ്റിൽ ഒതുങ്ങുകയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന നേതൃനിരയിൽ എന്തെങ്കിലും മാറ്റം പ്രതീക്ഷിക്കാമോ നമുക്ക്? അല്ല, അത് CPM-ന് ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ അവർ തോറ്റു കഴിഞ്ഞാൽ അത് നമ്മുടെ തോൽവിയായിട്ട് അവർ നമ്മുടെ കണക്കിലെടുക്കും. ജനങ്ങൾ തോറ്റുപോയി എന്നും ഞങ്ങൾ ജയിക്കുകയാണ് ചെയ്തതെന്നും അവർ കണക്കൂട്ടി കണ്ടുപിടിക്കും. പിന്നെ കഴിഞ്ഞ മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിലും കിട്ടിയ വോട്ടുകളെല്ലാം കൂടി വെച്ച് അവർ കണക്കൂട്ടിയിട്ട് പാർട്ടിയുടെ അടിത്തറയ്ക്ക് പറയത്തക്ക തരാറൊന്നുമില്ല, മേൽക്കൂരയ്ക്ക് ചെറിയ തീപിടുത്തം ഉണ്ടായി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് വ്യാഖ്യാനിക്കും. അതൊക്കെ വ്യാഖ്യാനിക്കാനുള്ള ഒരു ക്യാപ്സൂളൊക്കെ ഇപ്പോൾ തന്നെ റെഡിയാണ്. അതിനെപ്പറ്റി ഒന്ന് നമ്മൾ ആലോചിച്ച് വിഷമിക്കില്ല. അന്തർനാടകങ്ങളെ കുറിച്ചൊരു ചോദ്യം, അതായത് ഈ ചില സ്ഥാനാർത്ഥികളെ ചില സ്ഥലത്ത് നിർത്തിയത് ജയിപ്പിക്കാൻ ആണോ എന്ന് സംശയം തോന്നാറുണ്ട്. നേരത്തെ അങ്ങ് സൂചിപ്പിച്ച പോലെ തോമസ് ഐസക്കിനെ എന്തിന് പത്തനംതിട്ടയിൽ നിർത്തി? അദ്ദേഹത്തിന് ആലപ്പുഴയിൽ നിർത്താമായിരുന്നു, അല്ലെങ്കിൽ ഇപ്പുറത്ത് കൊല്ലത്ത് വേണമെങ്കിൽ നിർത്താമായിരുന്നു. എന്തിനാ അവിടെ കൊണ്ടുപോയി നിർത്തി? അവിടെ ഏറ്റവും അനുയോജ്യനായത് രാജു എബ്രഹാമായിരുന്നു. പാർട്ടി ജില്ലാ നേതൃത്വവും അത് തന്നെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അത് അപ്രതീക്ഷിതമായി. അതുപോലെ രവീന്ദ്രനാഥൻ മാഷിനെ എന്തിനു വേണ്ടി ചാലക്കുടിയിൽ നിർത്തി? അവിടെ BD ദേവസ്യ മത്സരിപ്പിക്കായിരുന്നു, അല്ലെങ്കിൽ സാജു പോളിനെ മത്സരിപ്പിക്കായിരുന്നു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മത്സരിപ്പിക്കാമായിരുന്നു. കണ്ണൂർ വടകരയും തമ്മിൽ എന്തുകൊണ്ടാണ് ശൈലജ ടീച്ചറെ കണ്ണൂർ മത്സരിപ്പിക്കാതെ വടകര കൊണ്ട് മത്സരിപ്പിച്ചതും കണ്ണൂർ MV ജയരാജനെ മത്സരിപ്പിച്ചതും? അങ്ങനെ ഒരു ചോദ്യമില്ലേ? അല്ല, അതും പ്രസക്തമായൊരു ചോദ്യമാണ്. കാരണം ജയരാജനെ കണ്ണൂർ നിർത്തിയതുകൊണ്ട് ടീച്ചറെ വടകരയിൽ നിർത്തി. പക്ഷേ ടീച്ചറെ വടകരയ്ക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥിയല്ലേ ടീച്ചർ? വടകരയിൽ നിർത്താവുന്നതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷേ അവരെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കുക എന്നുള്ളൊരു ചെറിയ സതുദ്ദേശവും കൂടി ഇതിനകത്ത് ഇല്ലേ എന്ന് തിരുവിതാംകൂറുകാരായ നമുക്ക്, മലബാറുകാരല്ലല്ലോ നമ്മൾ, തിരുവിതാംകൂറുകാർ കുറച്ചുകൂടി വേറെ രീതിയിൽ ചിന്തിക്കുന്നവരാണ്. തിരുവിതാംകൂറുകാരായ നമുക്ക് 3 പേർക്കും 4 പേർക്കും ഒരു സംശയം തോന്നാവുന്നതാണ്. മലബാറുകാർ നേർബുദ്ധികളായതുകൊണ്ട് ചിലപ്പോൾ അവർക്കൊക്കെ തോന്നുന്നില്ല. പക്ഷേ തിരുവിതാംകൂർ സ്റ്റേറ്റുകാരായ നമുക്ക്, ഈ മലബാർ ഭാഗത്ത് തിരുവിതാംകൂറിൽ നിന്ന് പോയൊരു സ്റ്റേറ്റുകാരെന്ന് പറയാം, സ്റ്റേറ്റുകാർക്ക് അങ്ങനെ ഒരു സംശയം തോന്നാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഐസക്കിനെ വിടുന്നു. അതുപോലെ മന്ത്രിസഭയിൽ 2ാം സ്ഥാനക്കാരനായിരുന്ന ഗോവിന്ദൻ ഇപ്പോൾ സെക്രട്ടറി ആയിട്ട് പോയല്ലോ. പിന്നെ 3ാം സ്ഥാനക്കാരെന്ന് പറയുന്നത് രാധാകൃഷ്ണൻ, ഇപ്പോൾ അദ്ദേഹം പാർലമെന്റിലേക്ക് മത്സരിക്കുന്നു. അപ്പോൾ ടീച്ചറെയും നമ്മൾ വടക്കോട്ടേക്ക് അയക്കുന്നു. അല്ല, ശൈലജ ടീച്ചർ അപ്പോൾ കേരളത്തിൽ ഉണ്ടെങ്കിൽ അത് മറ്റാർക്കെങ്കിലും ഭീഷണിയായി വരുമോ? അല്ല, ശൈലജ ടീച്ചർ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുകയും MLA ആയിട്ട് തുടരുകയും ചെയ്യുമ്പോൾ ചെറിയ ഒരു സാധ്യതയുള്ളതെന്ന് വെച്ചാൽ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അധികം വൈകാതെ നമ്മുടെ കാരണഭൂതൻ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ അനാരോഗ്യവും പ്രായാധിക്യവും മാനസികമായിട്ടുള്ള മറ്റ് പിരിമുറുക്കങ്ങളും എല്ലാം കൂടി ചേർന്നിട്ട് അങ്ങനെ പുള്ളി സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയാണെങ്കിൽ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന ആളുകളാണ് K. രാധാകൃഷ്ണൻ, MV ഗോവിന്ദൻ, അദ്ദേഹം സെക്രട്ടറി ആയിട്ട് പോയി,
കെ രാധാകൃഷ്ണൻ, കെ ശൈലജ, ഇങ്ങനെയുള്ള ആളുകൾ. അപ്പോൾ അവരെയൊക്കെ നമ്മൾ കേന്ദ്രത്തിലേക്ക് വിട്ടാലുള്ള ഒരു സൗകര്യം എന്താണ്? അപ്പോൾ ഈ കാരണഭൂതൻ എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്ന ആളെ കൊണ്ടുവരാമെന്നുള്ളതാണ്. കാരണഭൂതൻ ഉദ്ദേശിക്കുന്ന ഒരാളെ, അത് ഇവിടുത്തെ ഒരു ചന്ദ്രബാബു നായിഡു ഉണ്ട്, എൻ ടി രാമറാവുവിൻ്റെ മനസ്സിലായി. അപ്പോൾ ചന്ദ്രബാബു നായിഡുവിന് ഉള്ള വഴി ഒരുക്കാനാണ് എന്ന് വിചാരിക്കാനും സാധ്യത. നമുക്ക് തിരുവിതാംകൂറിൽ നിന്ന് നമ്മൾ തിരുവിതാംകൂർ ബുദ്ധി ഉപയോഗിക്കണമല്ലോ. നമ്മളിപ്പോ ഈ ചന്ദ്രബാബു നായിഡുവിനൊക്കെ പറയുന്നതിനേക്കാൾ മുഹമ്മദ് റിയാസിനെ കൊണ്ടുവരാൻ ഒരു ഗ്രാൻഡ് ഡിസൈനിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. നമ്മളിത് പറയുമ്പോൾ 2 ചോദ്യങ്ങളുണ്ട്. ഈ കണ്ണൂർ വരെയുള്ള മണ്ഡലങ്ങൾ നമ്മൾ പറഞ്ഞു, പക്ഷേ കാസർഗോഡ് ഈ കണ്ണൂരിൽ നിന്നുള്ള 2 ശക്തമായ മണ്ഡലങ്ങൾ, കാസർഗോഡിന്റെ മണ്ഡലത്തിന്റെ സ്വഭാവം നോക്കിയാൽ പൊതുവെ ഇടത് സ്വഭാവമുള്ള ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണ രാജ്ഭവൻ ഉണ്ണിത്താൻ ജയിക്കുന്നു. പക്ഷേ അവിടെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയെ ഇറക്കി. അവിടെ VPP മുസ്തഫയെ പരിഗണിച്ചിരുന്നു, TV രാജേഷിനെ പരിഗണിച്ചിരുന്നു. ഇവരെ ഒന്നും മത്സരിപ്പിക്കാതെ എന്തിനായിരിക്കും CPM അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത്? അത് ഈ CPMകാരുടെ കാര്യം നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റിയില്ല. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാത്തത് 3 കാര്യങ്ങളാണ്. ഒന്ന്, പാറപ്പുറത്ത് പാമ്പിൻ്റെ വഴിയും, ആകാശമധ്യേ കപ്പലിൻ്റെ വഴിയും, പിന്നെ സമുദ്രമധ്യേ കപ്പലിൻ്റെ വഴിയും, പാറപ്പുറത്ത് പാമ്പിൻ്റെ വഴിയും, ആകാശത്ത് പരുന്തിൻ്റെ വഴിയും, പിന്നെ സ്ത്രീയോടൊപ്പം പുരുഷൻ്റെ വഴിയും എന്നാണ്. മാർക്സിസ്റ്റുകാരുടെ കാര്യം അതുപോലെ തന്നെയാണ്. അവർ എന്താ ഉദ്ദേശം എന്നുള്ളത് അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഷൈൻ ടീച്ചർ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയെ എറണാകുളത്ത് മത്സരിപ്പിച്ചിട്ട് എന്താ ഉദ്ദേശം എന്നുള്ളത് അത് ഉദ്ദേശിച്ചവർക്ക് പോലും മനസ്സിലായിട്ടില്ല. പിന്നീട് നമുക്ക് മനസ്സിലാണ്. ഇതാണ് അവസ്ഥ. അവരിങ്ങനെ ഓരോ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. കഴിഞ്ഞ തവണ സതീഷ് ചന്ദ്രൻ നല്ല സ്ഥാനാർത്ഥിയായിരുന്നു. ഈ കാസർഗോഡ് ഇടതുപക്ഷത്തിന് ശക്തിയുള്ളതും അതുപോലെ ദൗർബല്യമുള്ളതുമായൊരു പ്രദേശമാണ്. എന്ന് വെച്ചാൽ അതിൽ 5 മണ്ഡലങ്ങൾ. പക്ഷേ അവിടുത്തെ ജില്ലാ സെക്രട്ടറിയാണ് ഇത്തവണ മത്സരിക്കുന്നത്. അതിൽ 2 മണ്ഡലങ്ങൾ കണ്ണൂർ ജില്ലയിലാണ്, 5 മണ്ഡലങ്ങൾ കാസർഗോഡ് ജില്ലയിലാണ്. ഇതിൽ കണ്ണൂർ ജില്ലയിലെ 2 മണ്ഡലങ്ങളും കാസർഗോഡ് ജില്ലയിലുള്ള 3 മണ്ഡലങ്ങളും മാർക്സിസ്റ്റ് പാർട്ടിക്ക് വലിയ ശക്തിയുള്ളതാണ്. മറിച്ച് അത്യുത്തര കേരളം എന്ന് പറയുന്ന മഞ്ചേശ്വരം കാസർഗോഡ് ഭാഗത്ത് മാർക്സിസ്റ്റ് പാർട്ടി, അത് LDF 3ാം സ്ഥാനത്ത് പോകും. അവിടെയാണ് പ്രശ്നം. അവിടെ 2ാം സ്ഥാനത്ത് BJP വരും. അപ്പോൾ ഈ ഒരു പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിലാണ് ഇവർക്ക് അടിപറ്റുന്നത്. നമ്മളെ ഒരു പ്രധാനപ്പെട്ട 2 കോൺഗ്രസിൻ്റെ 2 ദേശീയ നേതാക്കൾ കേരളത്തിൽ മത്സരിക്കുന്നുണ്ട്. ഒന്ന് വയനാട്ടിലും 2 ആലപ്പുഴയിൽ KC വേണുഗോപാൽ. അപ്പോൾ നമുക്ക് ആലപ്പുഴ എടുത്ത് നോക്കിയാൽ KC വേണുഗോപാലിനും AM ആരിഫ് സിറ്റിംഗ് MPയും, അപ്പോൾ ഇത് 2 പേരും തമ്മിലുള്ളൊരു മത്സരമാണല്ലോ അവിടെ നടക്കുന്നത്. അതെ. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്തായിരിക്കും? അവിടെ 2 സ്ഥാനാർത്ഥികളല്ല, 3ാമത് ശക്തിയായ വേറൊരു സ്ഥാനാർത്ഥി കൂട്ടിയിട്ട് അത് ശോഭ സുരേന്ദ്രനാണ്. ശോഭയും ഒട്ടും എഴുതി തള്ളാൻ പറ്റാത്ത സ്ഥാനാർത്ഥിയാണ്. ശോഭ ജയിക്കുന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷേ ഭയങ്കരമായിട്ട് വോട്ട് പിടിക്കാൻ കഴിവുള്ളൊരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ശോഭ കൂടുതൽ വോട്ട് പിടിക്കുന്നത് ഏത് ഭാഗത്തു നിന്നായിരിക്കും? LDF നിന്നായിരിക്കും, UDF നിന്നായിരിക്കും? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ മറ്റ് ഘടകങ്ങൾ, സാമുദായികമായിട്ടുള്ള സന്തുലനാവസ്ഥയുണ്ട്. പിന്നെ 2 പാർട്ടികളുടെയും സ്വാധീന ശക്തിയുണ്ട്. പണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. വേണുഗോപാൽ വെറും ഒരു സ്ഥാനാർത്ഥിയല്ലല്ലോ, അത് കർണാടകത്തിൻ്റെ ചുമതലയുള്ള. വേണുഗോപാലിന് പണത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ യാതൊരു ക്ഷാമവും ഇല്ല. ഞാൻ പറഞ്ഞത് കർണാടകയുടെ ചുമതലയുള്ള ഒരു KPCC നേതാവാണ്. അപ്പോൾ DK ശിവകുമാർ അടക്കമുള്ള മൂലധന ശക്തികളുടെ, അല്ലെങ്കിൽ ബെല്ലാരിയിലെ റെഡ്ഡിമാരുടെയൊക്കെ ഒരു സാമ്പത്തിക സഹായം പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ കേരളത്തിൽ LDFൻ്റെ സാധ്യത നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പുള്ള സ്ഥാനാർത്ഥികൾ ആരൊക്കെ ആയിരിക്കും? അല്ല, ഉറപ്പ് നമുക്ക് ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറയാൻ പറ്റുകയില്ല. പക്ഷേ കുറച്ച് മെച്ചപ്പെട്ട സ്ഥിതിയിൽ നിൽക്കുന്നത് ഒരാൾ തീർച്ചയായിട്ടും സുനിൽകുമാറാണ്. പിന്നെ ഒരു പക്ഷേ കൊടിക്കുന്നിൽ സുരേഷ് എത്രമാത്രം അൺപോപ്പുലർ ആവുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് അരുൺകുമാറിൻ്റെ സാധ്യത വരുന്നത്. രാധാകൃഷ്ണൻ മെച്ചപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയും കൊള്ളാവുന്ന മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്. പുള്ളി വേണമെങ്കിൽ, പിന്നെ ഇളമരക്കരിയും ശൈലജ ടീച്ചർ, അതിനേക്കാളും ജയരാജന് കുറച്ചുകൂടി സാധ്യതയുണ്ട്. കാരണം KS സുധാകരൻ്റെ ആരോഗ്യസ്ഥിതിയും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും കണ്ണൂർ തുല്യ നിലയിലുള്ള മണ്ഡലമാണ്. നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റാണ്. ജയരാജൻ നല്ല കാൻഡിഡേറ്റാണ്, ലോക്കലായിട്ട് നല്ല സപ്പോർട്ടുള്ള ആളാണ് MV ജയരാജൻ. അപ്പോൾ ഒരു 5 സീറ്റ് വരെയൊക്കെ LDFന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതൊക്കെ കിട്ടുന്നത് ഇപ്പം പറയാൻ പറ്റില്ല. എന്നാലും കഴിഞ്ഞ തവണത്തേക്കാളും നില മെച്ചപ്പെടുത്തും എന്നാണ് നമുക്ക് ഏകദേശം ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും. മോശമാകത്തില്ല. മോശമാവാൻ പറ്റൂല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ LDFൻ്റെ പ്രകടനം ഒന്നിലൊതുങ്ങില്ല കഴിഞ്ഞ തവണത്തെ പോലെ എന്ന അഭിപ്രായമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. എന്നാലും
പോരാട്ടങ്ങൾ ഒട്ടേറെ മണ്ഡലങ്ങളിൽ കടുപ്പമേറിയതായിരിക്കും. ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് എ ജയശങ്കർ, ഒപ്പം കേരള കൗമുദി ഡെപ്യൂട്ടി എഡിറ്റർ MM സുബേർ, പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് അരവിന്ദ് ബാബു, എല്ലാവർക്കും നന്ദി, നമസ്കാരം.